ജോർജ് ജോസഫ്, ഇപ്പോഴുള്ള ഈ സ്വർണ്ണ ഇറക്കുമതിയുടെ തീരുവ ഉയർത്തിയ നടപടി താൽക്കാലികമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ കുറെ കാലത്തേക്ക് ദീർഘകാലത്തേക്ക് അത് തുടരുമെന്നാണോ താങ്കൾ കരുതുന്നത്? അത് ഒരു മറുപടി പറയാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇത്തരം ഒരു നടപടിയിലേക്ക് വന്നത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ്, വിദേശ വ്യാപാരത്തിൽ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ആണ് ഫോഴ്സ്ഡായി ഗവൺമെന്റ് നിർബന്ധിതമാകുകയാണ് ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോകാതിരിക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയില്ല. അപ്പൊ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എണ്ണ പോലുള്ള സാധനങ്ങൾ. അതിന്റെ ഇറക്കുമതി കുറയ്ക്കുക എന്ന് പറയുന്നത് ആലോചിക്കാനേ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്വർണത്തെയാണ് നിരുത്സാഹപ്പെടുത്താൻ കഴിയുന്ന ഒന്ന്. അത് പക്ഷെ ഗവൺമെന്റ് നേരത്തെ ആലോചിച്ചില്ല. ഇത്തരത്തിലൊരു വലിയ ക്രൈസിസിലേക്ക് പോകുന്നത് വരെ ഗവൺമെന്റ് നോക്കിക്കൊണ്ട് നിന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ട്. അതാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റത്തിലേക്ക് വരാൻ കാരണം. ഏതായാലും രൂപ അതിന്റെ ഒരു വലിയ ക്രൈസിസിലേക്ക് പോകും, അല്ലെങ്കിൽ ഡോളറിന്റെ വില 70 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ എത്തും എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും അവിടെ ഒന്നും എത്തിയില്ല. അതിപ്പോ തിരിച്ച് ഒരു പോകുന്നൊരു സ്ഥിതിയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിന്റെ ഒരു നോർമൽ ഇതിലേക്ക് ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല. വലിയൊരു ചാഞ്ചാട്ടം രൂപയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ സ്റ്റെപ്പ്, അതായത് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ നടപടി ഏതായാലും കുറച്ചു കാലത്തേക്ക്, നല്ലൊരു കാലത്തേക്ക് തന്നെ തുടർന്നുകൊണ്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. തിരികെ എത്താം താങ്കളിലേക്ക്. ഭാസ്കർ രാജ്, UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് സ്വർണ്ണ ആഭരണങ്ങൾ ഏത് രാജ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ പണി കഴിഞ്ഞ് എത്തുന്നത്? ഏത് രാജ്യങ്ങൾക്കാണ് അവിടെ കച്ചവടം കൂടുന്നതോടുകൂടി ഏത് രാജ്യങ്ങളിലെ സ്വർണ്ണ ആഭരണ നിർമ്മാതാക്കൾക്കാണ് ലാഭമുണ്ടാവുക? ഇത് യഥാർത്ഥത്തിൽ ദുബൈയിലെ ജ്വല്ലറി ബിസിനസ്സിലേക്ക് വരുന്നത് ഒന്ന് സിംഗപ്പൂരിൽ നിന്നും പിന്നെ ഇന്ത്യയിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞിടയിൽ ഡ്യൂട്ടി നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-20 നോംസ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു ഗവൺമെൻറ്. അതായത് ആകെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഗോൾഡിൻ്റെ 20% മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് അവർ വീണ്ടും എക്സ്പോർട്ട് ചെയ്യണമെന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമം വന്നതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ജ്വല്ലറി ബിസിനസ്സിനെ ബാധിക്കുന്ന മറ്റൊരു സംഗതിയാണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഈ കള്ളക്കടത്തിൽ വരുന്നതായ സ്വർണത്തിൻ്റെ ഒരു കുറച്ച് പങ്ക് ജ്വല്ലേഴ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാര്യം അല്ലെങ്കിൽ അവർ നിയമപരമായിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% അവർക്ക് വീണ്ടും എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളത് നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ കള്ളക്കടത്തിൽ വരുന്ന സ്വർണം അതിന് ഉപയോഗിക്കുന്നുള്ളതാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഭാസ്കർ രാജ്, തിരികെ എത്താം. സണ്ണി ചിറ്റിലപ്പള്ളി, സണ്ണി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെമ്പാടും ഏകദേശം 4 ലക്ഷത്തോളം ജുവല്ലറികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതോടെ ഇവർക്ക് നാട്ടിലുള്ള സോഴ്സുകളിൽ നിന്ന് സ്വർണം ലഭ്യമാവുകയും നാട്ടിലുള്ള സ്വർണ്ണപ്പണിക്കാർ, സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ, ഇവർക്കെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവർക്കിത് ഗുണപ്രദമായിരിക്കില്ലേ? ലോങ് റണ്ണില് ഈ ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത് കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ എക്കണോമിനെ തൽക്കാലം പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് വെച്ചിരുന്നാലും ലോങ് റണ്ണില് ഇന്ത്യയുടെ എക്കണോമി മോശമായി മാറും. കാരണം ഈ 15% ഡിഫറൻസും 10% ഡിഫറൻസും വന്നു കഴിഞ്ഞാൽ വലിയൊരു ക്വാണ്ടിറ്റി സ്മഗിൾ ചെയ്ത് നമ്മുടെ നാട്ടിലോട്ട് വരും. അപ്പോൾ ഒരു പാരലൽ എക്കണോമി ഫോം ചെയ്യും. ആ പാരലൽ എക്കണോമി നമ്മുടെ ഡിഫിഷ്യൻസിനേക്കാളും അപകടകരമായ ഒരു സ്റ്റെപ്പാണ്. പറയൂ സണ്ണി ജോസഫ്. അപ്പോ ഒരു റീസണബിൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണെങ്കിൽ ആരും ഇതിനു വേണ്ടിയിട്ട് സ്മഗ്ലിംഗ് കൂടില്ല. കാരണം 5% ആണ് ഡ്യൂട്ടിയുടെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഈ കള്ളക്കടത്തെ കൂടെ കൊണ്ടുവന്ന് ആ ഹവാല വഴിക്ക് പൈസ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ആ ഡിഫറൻസ് വളരെ ഒരു നാരോ ഡിഫറൻസേ കിട്ടുള്ളൂ. ആ റിസ്ക് എടുക്കാൻ സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകുന്നവര് തയ്യാറാവില്ല. കാരണം സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കേസുണ്ടാവും, ഈ കൊണ്ടുപോയത് മുഴുവൻ കോൺഫിസ്കേറ്റ് ചെയ്യും. ഈ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കുന്നതിനുള്ള ഗുണങ്ങളുണ്ട്, അതിലുള്ള ലാഭമുണ്ട്. ഒരു റീസണബിൾ ഡ്യൂട്ടി 5-6% ആയിരിക്കും. ഈ ഡ്യൂട്ടി നിൽക്കുകയാണെങ്കിൽ ലോങ് റണ്ണില് ഇന്ത്യയുടെ എക്കണോമി മോശമായിട്ടാണ് മാറുന്നതാണ് എന്റെ അഭിപ്രായം. ജോർജ് ജോസഫ് എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? അല്ല, അതിനകത്ത് നോക്കുമ്പോ 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ടൊരു കൺസേൺ എന്ന് പറയുന്നത്
ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് തന്നെയാണ്. അപ്പൊ അത് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്നുള്ളത് ഇപ്പൊ ഇമ്പോർട്ട് കുറയ്ക്കുക, എക്സ്പോർട്ട് ഉയർത്തുക, അങ്ങനെ ഈ ഡിഫറൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഡിഫറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ പറ്റുന്നത് കയറ്റുമതി പൊടുന്നനെ ഒരു ഓവർനൈറ്റ് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഉയർത്താൻ കഴിയില്ല. അതിനെ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ ഡിമാൻഡ് വേണം, നമ്മളിവിടെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യണം, കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതേസമയത്ത് ഇമ്പോർട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യവുമാണ്. ഉദാഹരണത്തിന് പെട്രോൾ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഒരു അത്രയേറെ ആവശ്യമല്ലാത്തൊരു വസ്തു എന്നുള്ളത് സ്വർണത്തിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ പറ്റുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പലിശ നിരക്ക് ഉയർത്തുന്നത് പോലെ തന്നെ ഇവിടെ ഇത് ഈ കാര്യത്തിൽ ഇതാണ് ചെയ്യാൻ കഴിയുക. പക്ഷെ ഈ പറഞ്ഞ പ്രതിസന്ധികളെല്ലാം അത് ഉടലെടുക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം തീർച്ചയായിട്ടും അത് കള്ളക്കടത്ത് വർദ്ധിപ്പിക്കും. ആ റിസ്ക് എടുക്കുന്നതിനുള്ള ഒരു ബെനിഫിറ്റ് വളരെ ഉയർന്ന തോതിലാണ്. അതുകൊണ്ട് കള്ളക്കടത്തിന്റെ രീതി ഇപ്പോഴാണെങ്കിൽ കള്ളക്കടത്ത് താരതമ്യേന പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടി എളുപ്പമായിട്ടുള്ള പല മാർഗങ്ങളും സ്വീകരിച്ചു വരികയാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയർ വഴി അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ വഴി തന്നെ നല്ല രീതിയിൽ പോകുന്നതിന് ചില കാര്യങ്ങൾ, അതിന് പല വിമാനത്താവളങ്ങൾ തന്നെ, ചില വിമാനത്താവളങ്ങൾ അതിന് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അതിലെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള സ്വാധീനിച്ചുകൊണ്ട് കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള നൂതനമായ തന്ത്രങ്ങൾ ഇത്തരം ശക്തികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വർദ്ധിക്കും. ഈ ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം വർദ്ധിക്കും. അതുകൊണ്ട് ഇത് രണ്ട് വശത്തു നിന്നുള്ള ഒരു വൈതരണിയാണ്, അല്ല ഒരു പ്രതിസന്ധിയാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ രൂപയുടെ വിലത്തകർച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും കൂടി സൃഷ്ടിച്ചിരിക്കുന്ന മറ്റൊരു അതിന്റെ ഉപോൽപ്പന്നം എന്ന് പറയാവുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. കാരണം ഈ ഒരു സംഭവം വരുന്നു എന്നുള്ളത് കൊണ്ട് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വീണ്ടും കുറച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. കാരണം 850 ടൺ സ്വർണം ഒരു രാജ്യത്തേക്ക് വരികയാണ്. ആവറേജ് 700 ടൺ സ്വർണം വരികയാണ്. അതുകൊണ്ട് വിദേശ നാണ്യം വളരെ ഗണ്യമായ തോതിൽ ഒഴുകി പോവുകയാണ്. അത് റീ എക്സ്പോർട്ട് പല കാര്യങ്ങളിലും നടക്കുന്നില്ല. കാരണം ഇന്ത്യൻ ഇക്കോണമി തന്നെയാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. ജോർജ് ജോസഫ്, ഇപ്പോൾ സ്വർണത്തിന് വലിയ തോതിൽ വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമായി തന്നെ പഴയ സ്വർണം വീണ്ടും വിപണിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നില്ലേ? അല്ല, അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം റീസൈക്ലിംഗ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായൊരു മാർഗം തന്നെയാണ്. കാരണം ആളുകൾ ഫ്രഷ് ആയിട്ടുള്ള സ്വർണം ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പഴയത് കൊടുത്ത് വാങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇക്കോണമിയിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് 35,000 ടൺ സ്വർണത്തിന്റെ സ്റ്റോക്ക് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡിന്റെ അടുത്ത്, അതായത് സാധാരണക്കാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സ്വർണമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇന്ന്. അതുകൊണ്ട് ആ റീസൈക്ലിംഗ് പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പുതിയതായിട്ട് സ്വർണം ആവശ്യമായി വരികയാണ്. അല്ലെങ്കിൽ സ്വർണം ഇറക്കുമതി, ഈ ഇന്ത്യ ഒരു വലിയ സ്വർണം കൺസ്യൂം ചെയ്യുന്ന രാജ്യം എന്നുള്ള നിലയിൽ ആ റീസൈക്ലിംഗ് ഉണ്ട്. അതൊരു ചെറിയ ഒരു ഭാഗം മാത്രമാണ്. കാരണം മാറ്റിയെടുക്കുന്നവരും വിൽക്കാൻ തയ്യാറാവുന്ന ഒരു വിഭാഗം ആളുകളുമാണ്. പക്ഷെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത സ്വർണം വിൽക്കാതിരിക്കുക, കഴിയുന്നതും സ്വർണം ശേഖരിച്ചു വെക്കുക. സ്വർണം ഒരു ക്ലാസ് ഓഫ് അസറ്റ് ആണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പരമാവധി സ്വർണത്തിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു പ്രക്രിയ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ജോർജ് ജോസഫ്, സണ്ണി ജോസഫ് ചിറ്റിലപ്പള്ളിയിലേക്ക് അവസാനം. നമ്മുടെ സ്വർണം കൊണ്ടുവരാനുള്ള പരിധി, അതിന്റെ അളവ്, പ്രവാസികൾക്ക് അതിന് നിരക്ക് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ വിലയിലുണ്ടായ വർധനയ്ക്ക് അനുപാതമായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വർണ്ണ ലഭ്യതയ്ക്ക് അനുപാതമായി ഈ നിരക്കിലും വർധനമുണ്ടാക്കേണ്ടതിൻ്റെയോ കുറയ്ക്കേണ്ടതിൻ്റെയോ കാലപരിധി കഴിഞ്ഞതായി തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. നമ്മള് നാട്ടിലോട്ട് ഒരാൾക്ക് 2 ലിറ്റർ വിസ്കി കൊണ്ടുവരാം, 200 സിഗരറ്റ് കൊണ്ടുവരാം, 200 സിഗരറ്റ് കൊണ്ടുവരാം, 2 ലിറ്റർ കൊണ്ടുവരാം. ഗോൾഡ് ഗ്രാമിലല്ല ലിമിറ്റ് ചെയ്തിരിക്കുന്ന, എമൗണ്ടിലാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. 1967 ഉണ്ടാക്കിയ നയമാണ് 10,000 ഉറുപ്പ്യ. അന്ന് 10,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ഗോൾഡ് ആയിരുന്നു. ഇന്ന് 10,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 4 ഗ്രാം ഗോൾഡാണ്. അത് എല്ലാവരും കൂടി പ്രഷർ ചെയ്തപ്പോ എഗെയിൻ 50,000 ആക്കി. ഈ 50,000 എന്ന് പറയുന്നത് 18 ഗ്രാം ഗോൾഡാണ്. 1967 10,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാം ഗോൾഡ് കൊണ്ടുവരാം. അപ്പോ എമൗണ്ട് എന്നുള്ളത് മാറ്റി ഗ്രാമിൽ ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്.
അപ്പൊ വില കൂടി കഴിഞ്ഞാൽ എഗെയിൻ ഇത് റിവൈസ് ചെയ്യേണ്ടി വരും. 1967 നിയമം റിവൈസ് ചെയ്തത് 2013 എഗെയിൻ എമൗണ്ടിലാണ് റിവൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ലിക്കറും സിഗരറ്റും ക്വാണ്ടിറ്റിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 2 ലിറ്റർ ഏത് വിസ്കി വേണമെങ്കിലും കൊണ്ടുപോവാം, ഏത് ബ്രാൻഡി വേണമെങ്കിലും കൊണ്ടുപോവാം, ഏത് ബ്രാൻഡ് സിഗരറ്റും കൊണ്ടുപോവാം. ഗോൾഡ് മാത്രം എമൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. വളരെയധികം നന്ദി സണ്ണി ചിറ്റിലപ്പള്ളി, ജോർജ് ജോസഫ്, ഭാസ്കർ രാജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. സ്വർണം ഒരു ശാശ്വത നിക്ഷേപമായി പ്രവാസികളെ സംബന്ധിച്ച് തുടരുകയാണ്. പക്ഷേ അതിൻ്റെ കള്ളക്കടത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന വിവരമാണ് അതിഥികൾ നൽകിയത്.